ടാറ്റ ടിയാഗോ. എന്തുകൊണ്ട് ടിയാഗോ? അതാണ് ചോദ്യം. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള ചെറിയൊരു വണ്ടി. ആ അന്ന് അത്യാവശ്യം പവറിന് മോശമില്ല, പിന്നെ കൊണ്ടുനടക്കാൻ മെയിൻ്റനൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും പ്രശ്നമില്ല. ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു വണ്ടിയാണ് അല്ല, ഇപ്പൊ ഈ വണ്ടി എടുത്തിട്ട് ഇതിപ്പോ എത്ര മോഡല്? ഇത്. 2020 മോഡല്, ഏകദേശം 6 വർഷമായി എടുത്തിട്ട്. അതെ, 6 വർഷമായല്ലേ? 6 വർഷം ആയിട്ടില്ല, ഒരു 3-4 മാസം കൂടി. സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലാണ്, സെപ്റ്റംബറിലാണ് ബുക്ക് ചെയ്തത്, ഒക്ടോബറിലാണ് വണ്ടി കിട്ടിയത്. അതെല്ലേ. ഇത് അന്ന് എടുക്കുമ്പോ ഏകദേശം എത്ര പ്രൈസ് ആയി ഉണ്ടാവും? അന്ന് എടുക്കുമ്പോ അറൌണ്ട് 6 ലക്ഷം. 6 ലക്ഷം രൂപ അല്ലേ? ഫുൾ ഓപ്ഷൻ ആണോ? അല്ല, XT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതായത് ഫുൾ ഓപ്ഷന്റെ താഴെ X8 ആണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. അതിന്റെ താഴെയുള്ള ഒരു വേരിയന്റ് ആണ് XT. അതെല്ലേ. അപ്പൊ ഒരുമാതിരിപ്പെട്ട മറ്റേ ഇത് ഇൻഫർടൈൻമെന്റ് ടച്ച് ചെയ്യാവുന്നില്ല അല്ലേ? ടച്ച് ഒന്നുമില്ല, സാധാ. പിന്നെ മ്യൂസിക് വെക്കാൻ പറ്റും, ബ്ലൂടൂത്ത് കൺട്രോൾ ഉണ്ട്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ടച്ച് സ്ക്രീൻ അല്ല. പിന്നെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ അന്ന് മാൻഡേറ്ററി ആണല്ലോ അല്ലേ? 2 എയർ ബാഗ്. 2 എയർ ബാഗ്. അല്ല, ഇപ്പൊ 6 വർഷം ഉപയോഗിച്ചിട്ട് ഈ വണ്ടിയില് ഹാപ്പി ആണോ? എന്തുകൊണ്ട് ഹാപ്പിയാണ്. അതെല്ലേ. വലിയ പണികൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഒരു പണി നിലവിൽ ഇതുവരെ ഒരു പണിയും കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം എസിയുടെ മറ്റേ കംപ്രസറിന്റെ ഭാഗത്തുനിന്ന് ഒരു പണി കിട്ടി, പക്ഷെ അത് ഓൾറെഡി വാറണ്ടിയിലായിരുന്നോണ്ട് വലിയ ചെലവില്ലാതെ മാറി. അതല്ലേ. ഇതിപ്പോ 1200 cc 3 സിലിണ്ടർ അല്ലേ വരിക? അതെ, 1200 cc 3 സിലിണ്ടർ. ഇപ്പോഴും സെയിം എഞ്ചിൻ തന്നെയാണല്ലോ ഇപ്പൊ ഇറങ്ങണതും അല്ലേ? ഇപ്പൊ അതിന് ശേഷം 2-3 ഫേസ് ലിഫ്റ്റ് ഉണ്ടായിന്ന് തോന്നുന്നുണ്ട് ടിയാഗോക്ക് അല്ലേ? നിലവിൽ ഇപ്പൊ മൂന്നാമത്തെ ഒരുപാട് വല്ലാതെ മാറിയല്ലേ വണ്ടി? അപ്പൊ എന്താ ചെയ്യ, 6 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ടാറ്റ അങ്ങനെ ക്ലിക്ക് ശരിക്കും ഇപ്പൊ കുറച്ചും കൂടിയൊക്കെ ടാറ്റ നല്ല രീതിക്ക് സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി. അന്ന് അത്ര തന്നെ സർവീസും കാര്യങ്ങളൊന്നും ക്ലിയർ ആവില്ല അല്ലേ? ആ സമയത്തും ഈ സമയത്തും പോരായ്മകൾ ഉണ്ട് അല്ലേ? സർവീസ് അത്ര ക്ലിയർ ആയിട്ടില്ല. നമ്മളും കൊടുക്കുന്ന സമയത്ത് പല സംഭവങ്ങളും നമ്മൾ സർവീസ് കഴിഞ്ഞാലും ചില സമയത്ത് പറഞ്ഞ് റെഡിയാക്കേണ്ടി വരും. പക്ഷെ എന്നാലും പുതിയ വണ്ടി ആയതുകൊണ്ട് വലിയൊരു തലവേദനയായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പൊ ശരിക്കും ഇതിന്റെ കമ്പനി പറയണ മൈലേജ് എത്രയാണ് ഇപ്പൊ? കമ്പനി നമ്മള്, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, അറൌണ്ട് ഒരു 19-20 ആ റേഞ്ചിലായിരിക്കും കമ്പനി പറയുന്നത്. അപ്പൊ നമുക്ക് റിയൽ ലൈഫിൽ എത്ര കിട്ടുന്ന ഒരു ആവറേജ് ഇട്ടാ? ലോങ് പോകുമ്പോ മാത്രല്ല, ഒരു ആവറേജ് നമുക്ക് എത്ര കിട്ടുന്നുണ്ടാവും? നിലവിൽ ഇത് കിടക്കണത് 12.6 മുതൽ കിടക്കണത്. 12-13 ആ റേഞ്ചിൽ തന്നെയാണ് മൈലേജ്. ഷോർട്ട് ഡിസ്റ്റൻസിൽ അത്ര തന്നെ കിട്ടാറുള്ളൂ അല്ലേ? പിന്നെ ഇപ്പോ ഈ ഫ്യൂലും ഒക്കെ വന്നതിന് ശേഷം അത്ര തന്നെ ഇപ്പൊ നിലവിൽ എല്ലാ പമ്പിലും അതാണല്ലോ കൊടുക്കുന്നത്. അപ്പോ ആ ഒരു റേഞ്ചിൽ തന്നെ മൈലേജ് കിട്ടാറുണ്ട്. ലോങ് പോകുമ്പോ ഒരു 15+ ലോങ് പോകുമ്പോ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നമ്മളെ കമ്പനിയിൽ ഒരാൾ എടുത്തിട്ട്, ഇനിയിപ്പോ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആണെന്ന് അറിയില്ല, പുതിയ ടിയാഗോ ആണ്, ആള് പറയുന്നത് ലോങ് പോകുമ്പോ അതിൽ AC ഇട്ടിട്ട് വരെ 18-19 ഒക്കെ കാണിക്കുന്നുണ്ടെന്നാ പറയുന്നത്. പുതിയ വണ്ടിയാണ്. പിന്നെ അതെന്താ വെച്ചാ റണ്ണിങ് മൊത്തത്തില് ലോങ് ആയിട്ട് പുള്ളി പോയിട്ടുള്ളൂ വണ്ടി എടുത്തിട്ട്. ചെറിയ ഓട്ടങ്ങൾ കുറവാണ്, ലോങ് ആണ് കൂടുതലും ട്രിപ്പ് പോകുന്ന ആള്. അപ്പൊ ആള് പറയണ ലോങ് വയനാട് ആ ഭാഗത്തേക്കൊക്കെ പോയപ്പോ ചുരം കയറുമ്പോഴൊക്കെ കുറവാണ്, പക്ഷെ അതിന്റെ മുന്നൊക്കെ നല്ല മൈലേജ് കാണിച്ചു, 18-19 കാണിച്ചെന്നാ പറഞ്ഞത്. അത് 2023 ശേഷമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് E20 കംപ്ലൈന്റ് ആണ്. ഇത് E20 അല്ലേ ഇറങ്ങുന്ന സമയത്ത്? 2020 E20 കംപ്ലൈന്റ് അല്ല എന്നാണ്. അപ്പൊ എന്തായാലും മൈലേജിന്റെ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ആ ഒരു സമയത്ത് അത്യാവശ്യം ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ പോയ സമയത്ത് അറൌണ്ട് 20 മൈലേജ് കിട്ടിയിരുന്നു ലോങ് റണ്ണില്. ഈ സെറ്റ് ഒക്കെ ഒറിജിനൽ ടച്ച് അല്ലെങ്കിലും ഹെർമന്റെ ആണല്ലേ? ഇതില് 4 ഡോറിൽ സ്പീക്കർ വരുന്നുണ്ട്, പിന്നെ ട്യൂട്ടർ വരുന്നുണ്ട് അല്ലേ? ഈ ട്യൂട്ടർ ഇതിലുണ്ടോ? അത് ട്യൂട്ടറിനുള്ള സ്പേസ് അല്ലേ? സ്പേസ് മാത്രമേ ഉള്ളൂ, അത് ഈ വേരിയന്റിൽ ഇല്ല. ടോപ്പ് എൻഡിൽ ട്യൂട്ടർ വരും അല്ലേ? പിന്നെ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ വെക്കാം. ഇപ്പൊ 4 സ്പീക്കർ ഇപ്പൊ ഇതിൽ ഓൾറെഡി ഇൻബിൽറ്റ് ഉണ്ട്, നിലവിലുണ്ട്. ഇപ്പൊ വണ്ടി ഓടിക്കാൻ പഠിച്ചതിന്റെ ശേഷം ആദ്യമായിട്ട് വാങ്ങണ വണ്ടിയാണോ ടിയാഗോ? മുന്നേ വീട്ടിൽ വേറെ വണ്ടി ഉണ്ടായിരുന്നു, മാരുതി 800 ഉണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു നാനോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടിയാഗോ ഉണ്ട്. ഇപ്പൊ നിലവിലൊരു വണ്ടിയും കൂടെ ഉണ്ട്, ഒരു ഷെവർലെ ബീറ്റ് ഡീസലും കൂടെ ഉണ്ട്. ബീറ്റ് ഡീസൽ നിർത്തിയ വണ്ടിയാണ്, പക്ഷെ ഒരു അടിപൊളി അവന്റെ സാധനമാണല്ലേ. നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ബീറ്റ് നല്ലൊരു വണ്ടിയായിരുന്നു, പക്ഷെ ഷെവർലെ നിർത്തിപ്പോയി. ഷെവർലെ ഇറക്കിയാലും ഒരു നല്ല കിടിലം വണ്ടികളിൽ ഒന്ന് ബീറ്റും ഒന്ന് ക്രൂസും ആവും അല്ലേ?
ചെറിയൊരു വണ്ടിയാണ്, പക്ഷെ എന്നാലും അതിന്റെ ഉള്ളിൽ ഭയങ്കര സ്പേസ് ആണ്. പിന്നെ അതേപോലെ അത്യാവശ്യം 1 ലിറ്റർ ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ഓട്ടത്തിന് പവറിന്റെ ആ ഒരു ഡിഫറൻസ് ഒന്നും അറിയില്ല. ടർബോ ഉള്ളതുകൊണ്ട് ഓടിച്ചുകൊണ്ട് എടുക്കാൻ നല്ല രസമാണ്. ടർബോ ഡീസൽ 1 ലിറ്റർ ടർബോ ഡീസൽ. 6 വർഷത്തെ ഉപയോഗം ടാറ്റ ടിയാഗോനായിട്ട് ശരിക്ക് എൻജോയ് ചെയ്ത് അല്ലേ? വലിയ പ്രശ്നങ്ങളില്ലാതെ. വലിയ പ്രശ്നങ്ങളില്ല. അത്യാവശ്യം പോകേണ്ട സ്ഥലത്തേക്ക് എല്ലാം പോയി. ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് ബാംഗ്ലൂർ നാട്ടിലേക്ക് വന്നു പോയിരുന്നു. പിന്നെ അതേമാതിരി ഇവിടുന്ന് 2 പ്രാവശ്യം തിരുവനന്തപുരം പോയി, കണ്ണൂർ 2-3 പ്രാവശ്യം പോയി, പിന്നെ മൂന്നാറ്, അങ്ങനത്തെ ഒരുപാട് സ്ഥലത്ത് പോകേണ്ട സ്ഥലത്തേക്കെല്ലാം നമുക്ക് ധൈര്യമായിട്ട് എടുത്തിട്ട് പോവാം. ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ടാറ്റ നമ്മളെ ബിൽഡ് ക്വാളിറ്റി ഭയങ്കര കാരണം ഒരുപാട് ആൾക്കാർ ടാറ്റയിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് റോഡിലൊക്കെ നോക്കി അറിയാം, പഞ്ച് തന്നെ ഇഷ്ടം പോലെ പഞ്ചാണ് ഇറങ്ങിയിരിക്കുന്നത് റോഡില്. അപ്പൊ പഴയ ആ ഒരു ഇതൊക്കെ മാറി. പക്ഷെ ഇപ്പോഴും ടാറ്റ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സർവീസിന്റെ ഒരു പേടി ഉണ്ട്. അങ്ങനത്തെ ഭയങ്കരമായ ഭീതിപ്പെടുത്തുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. ബാക്കിയുള്ള കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് തീരെ സർവീസ് കിട്ടാത്ത പ്രശ്നം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് വളരെ എക്സ്പെക്ടേഷനോട് കൂടി എടുക്കരുത് എന്ന് മാത്രമുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോർമലി ആർക്കും വേണമെങ്കിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെ. അപ്പൊ എന്തായാലും ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് തന്നതിന് താങ്ക് യു. ടാറ്റ ടിയാഗോനെ പറ്റിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള യൂസർ റിവ്യൂ പറഞ്ഞതിനും അധികം